റജബ് 27 ആരെങ്കിലും നോമ്പെടുത്താൽ കുത്തിബ ലഹു സവാബു സിയാമി 60 ശഹ്റ, 60 കൊല്ലം നോമ്പെടുത്ത കൂലി അവന് കിട്ടും. റജബ് 27 നോമ്പിന്റെ പ്രത്യേകതയായി ചിലർ പറയാറുണ്ട്. ഈ വചനത്തെ റസൂലിലേക്ക് ചേർത്തി ഹദീസാണ് എന്നാണ് ഇത്തരം ആളുകൾ പലപ്പോഴും പറയാറുള്ളത്. പക്ഷെ പണ്ഡിതന്മാർ ആ വചനത്തെ കുറിച്ച് പറഞ്ഞത് അത് മൗലൂ ആണ്, പ്രവാചകന്റെ പേരിൽ കെട്ടിച്ചമച്ചു പറഞ്ഞതാണ്. മതത്തിൽ ഒരിക്കലും പ്രമാണമാക്കാൻ പാടില്ലാത്ത പ്രവാചകന്റെ പേരിൽ കെട്ടിപ്പറഞ്ഞ വചനമാണ്. സഹോദരങ്ങളെ, ആ വചനം വെച്ച് കർമ്മം ചെയ്യുമ്പോൾ അത് എത്ര ഗൗരവമുള്ള കാര്യമാണ്. മാത്രമല്ല, റജബുമായി ബന്ധപ്പെട്ട് പല പ്രത്യേകതകൾ, ചില പ്രത്യേകമായ പ്രാർത്ഥനകൾ, ചിലത് ളുഹറിന്റെയും അസറിന്റെയും ഇടയിൽ ചൊല്ലാൻ, ചിലത് മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ ചൊല്ലാൻ, ചില പ്രാർത്ഥനകൾ ഇത് സ്വർഗത്തിലെ പ്രത്യേകമായ മരം കിട്ടാൻ കാരണമാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനകൾ, പ്രത്യേകമായ ചില സൂറത്തുകൾ ചില സമയത്ത് ഓതണമെന്ന് പഠിപ്പിക്കുന്ന അധ്യാപനങ്ങൾ, പ്രത്യേകമായ രൂപത്തിലുള്ള നോമ്പുകളും നിസ്കാരങ്ങളും ഒക്കെ പല ആളുകളും ഈ മാസത്തിൽ കൊണ്ടുവരുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിനൊന്നും ഇസ്ലാമിൽ തെളിവില്ല എന്നാണ് മഹാനായ പണ്ഡിതൻ ഇബ്നു ഹജർ അൽ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. ലം യരിദ് ഫീ ഫളലി ശഹ്രി റജബ്, റജബിന്റെ ഫളൽ പറയുന്ന, വലാ ഫീ സിയാമിഹി, ആ മാസത്തിലെ നോമ്പിന്റെ ഫളൽ പറയുന്ന, വലാ ഫീ സിയാമി ശൈഇൻ മിൻഹു മുഅയ്യിനൻ, പ്രത്യേകമായ ഏതെങ്കിലും ഒരു ദിവസത്തിന്റെ നോമ്പിന്റെ ഫളൽ പറയുന്ന, വലാ ഫീ ഖിയാമി ലൈലത്തിൻ മഖ്സൂസ, ഒരു പ്രത്യേകമായ രാത്രിയിലെ നിസ്കാരത്തിന്റെ എന്തെങ്കിലും ഫളൽ പറയുന്ന, ഫീഹി ഹദീസുൻ സ്വഹീഹുൻ യസ്ലുഹു ലിൽ ഹുജ്ജ, തെളിവിന് പറ്റുന്ന ഒരൊറ്റ ഹദീസും ഈ വിഷയത്തിൽ വന്നിട്ടില്ല എന്നാണ്.